പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് മാത്രമല്ല, വേനലിൻ്റെ ചൂടും വളരെ ശക്തമായി വരുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുപ്പിനെ പറ്റിയും കാലാവസ്ഥാ ചൂടിനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ട സമയവും കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളുടെ ഇടയിലേക്ക് നമ്മളുടെ സഹായം തേടി നമ്മൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്ന സ്ഥാനാർത്ഥികളെ, ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കുറച്ച് നല്ല നല്ല യോഗ്യതകൾ കരുതി വെക്കേണ്ടത് അത്യാവശ്യമല്ലേ? തോന്നുന്നില്ലേ നിങ്ങൾക്കങ്ങനെ? എന്നാൽ ഇന്ന് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തുടങ്ങാം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ഷനാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. നിങ്ങൾ കേട്ടിട്ടില്ലേ, കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നൊരു പ്രയോഗം? ഈ രീതിയിലുള്ള പോക്കല്ലേ ഇപ്പോഴും നമ്മുടെ ഇലക്ഷൻ രംഗത്ത്? അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തടവും പ്രയോഗിക്കാനും ഏത് വയസ്സാവുന്ന കാലം നീട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്തും അധികാര കസേരയിൽ ഇരിക്കാനുള്ള ഒരു ആയുധവുമാണ് എന്ന് കരുതുന്ന ഒരു തന്ത്രമാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. അപ്പോൾ ഈ തന്ത്രമൊക്കെ ഒന്ന് മാറ്റേണ്ടതും കുറച്ച് യോഗ്യതയെല്ലാം നിർണ്ണയിക്കേണ്ടതുമായ കാലയളവ് അല്ലേ? മാറേണ്ട സമയത്ത് മാറ്റേണ്ടതല്ലേ? അത് മാറ്റാതെ 80 90 കഴിയുന്ന ആൾക്കാരെയും ഇന്നും ഈ അധികാര കസേരയിൽ ഇരുത്തണം എന്നുള്ള വാശിയും അതിനുവേണ്ടിയുള്ള അതിബുദ്ധിയും കാണിക്കുന്ന പൊളിറ്റീഷ്യൻസ്, ക്രൂക്കഡ് മൈൻഡഡ് പേഴ്സൺസ്, അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ടതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ക്വാളിഫിക്കേഷൻ ഉള്ളതും പുതിയ തലമുറയിലുള്ള വ്യക്തികൾക്ക് അവസരം നൽകേണ്ടതുമായ ഒന്ന് തന്നെയല്ലേ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രായപരിധി അത് നിർണ്ണയിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ? ഒന്നെല്ലാവരും ചിന്തിക്കുക. സ്ഥാനാർത്ഥികൾക്ക് തികച്ചും പ്രായപരിധി ഉണ്ടാവണം. ഇപ്പം നിയമനിർമ്മാണം നടത്തി ഓരോരോ ഭേദഗതി വരുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും അതേപോലെ തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളായി വരുന്നവർക്ക് എന്തെല്ലാം യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ളതിനെപ്പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല? കേരള സംസ്ഥാനത്ത് നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഈ വേളയിൽ എനിക്കുമുണ്ട് ചിലതൊക്കെ പറയാൻ. വേറൊന്നുമല്ല, സ്ഥാനാർത്ഥികൾക്ക് പ്രായപരിധി ഉണ്ടാവുക തന്നെ വേണം. ഇപ്പോൾ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എടുക്കുക. അദ്ദേഹത്തിന് ഇപ്പോൾ 80 വയസ്സായിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാനുള്ള ഊർജ്ജസ്വലതയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 80 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒരു വിശ്രമ വേളയിലേക്ക് അവർക്ക് ആരോഗ്യപരമായിട്ട് അവർ ശാന്തമായൊരു ജീവിതം നയിക്കാനല്ലേ അവരെ പ്രേരിപ്പിക്കേണ്ടത്? അപ്പോൾ അതിനൊരു നിയമം ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ? ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ടെന്നും നാം ഓർക്കേണ്ടതുണ്ട്. അടുത്തത്, ജനപ്രതിനിധികൾക്ക് കുറഞ്ഞത് ഒരു ബിരുദം നിർബന്ധമാക്കണം. നിയമനിർമ്മാണ സഭകളുടെ നിലവാരം ഉയർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഒരു നിർദ്ദേശം. ഒരു ബിരുദമെങ്കിലും നിർബന്ധമാക്കിയാൽ നിയമനിർമ്മാണത്തിലെ അതുപോലെ നയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ഗൗരവമായി ഇടപെടുവാനായിട്ട് ഇവർക്ക് കഴിയുമെന്നുള്ളതാണ്. 3 തവണ ഇലക്ഷന് മത്സരിച്ചവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് അടുത്ത ഊഴം കാത്തിരിക്കുന്ന താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന കുറേ അധികം പ്രവർത്തകരുണ്ട്. അവരെ യോഗ്യതയും അവരുടെ കഴിവും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അവസരം കൊടുക്കാനായിട്ട് തുനിയണം എന്നുള്ളതാണ്. അപ്പം നയനിർമ്മാണത്തിൽ കൂടുതൽ ഗൗരവവും ഗുണമേന്മയും വരുത്തുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ ക്വാളിറ്റി ഉള്ളവരുണ്ടാകണം. വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ തന്നെ വേണം ഈ രംഗത്തേക്ക് പറഞ്ഞു വിടാനായിട്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയ സമ്പത്തും ഇവർക്കുണ്ടാവണം. പിന്നെ MP ആയവർ MLA ഇലക്ഷന് മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ട്, അതുണ്ടാവരുത്. അതുപോലെ MLA ഇലക്ഷൻ ആകുമ്പോഴേക്ക് MP ആയവർ വീണ്ടും MLAയിലേക്ക് മത്സരിക്കാൻ വരുന്ന പരിപാടിയുണ്ട്. ഇതൊരു വൃത്തികെട്ട പരിപാടി തന്നെയാണ്. അപ്പോൾ ഈ പരിപാടി നിർത്തലാക്കണം. ഇങ്ങനെ നിൽക്കാൻ നിർബന്ധമുള്ളവർ എന്ത് ചെയ്യണം? തങ്ങളുടെ സ്ഥാനം തന്നെ രാജിവെച്ച ശേഷം മാത്രമേ ഇലക്ഷന് മത്സരിക്കാൻ പാടുള്ളൂ. ഒരു സ്ഥാനം നേടി കൈവശം വെച്ചിട്ട് പകുതിയാകുമ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അത് ഇപ്പുറത്തുള്ള സൈഡിലാണെങ്കിൽ നേരെ പിന്നെ അതങ്ങ് രാജിവെച്ച് നേരെ ഇപ്പുറത്തേക്ക് വരികയും, എന്നാൽ അതും പുതിയൊരു വ്യക്തിക്ക് അവസരം കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുകയില്ല. അവരവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇതിന് കഴിവും പ്രാപ്തിയുള്ള മറ്റുള്ളവർ ഇപ്പറയും ഉണ്ടാവുമല്ലോ, അവർക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തുകൂടാ? അത് നോക്കുകയില്ല. അപ്പോൾ തങ്ങളുടെ സ്ഥാനം രാജിവെച്ചിട്ട് മാത്രം ഇലക്ഷന് മത്സരിക്കാൻ പാടുള്ളൂ എന്ന തരത്തിലൊരു നിയമ ഭേദഗതി വന്നാലോ ഇതിനുള്ള അവസരം ഇല്ലാതാവും. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്ന MLA മാർക്ക് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി കൊടുക്കുക എന്നുള്ളതാണ്.
അവരൊരു പോളിസി എടുക്കാനായിട്ട് അവരെ പ്രാപ്തമാക്കുക. അവർക്ക് രോഗം വന്നാൽ അതിൻ്റെ ചികിത്സയ്ക്ക് പൊതുഖജനാവിൽ നിന്നും പണമെടുക്കുന്ന ആ ഒരു രീതി അത് ശരിയാണോ? അത് ഒഴിവാക്കേണ്ടതല്ലേ? അത് നിർത്തലാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന മന്ത്രിമാരായാലും MLA-മാരായാലും അവർക്ക് കൊടുക്കുന്ന വാരിക്കോരിയാണ് ഫോൺ ബില്ലിനത്തിലൊക്കെ പൈസ കൊടുക്കുന്നത്. BSNL ₹1499 അടച്ചാലോ അത് അൺലിമിറ്റഡ് ഇന്ത്യയിൽ എവിടെയും വിളിക്കാവുന്ന പ്ലാനുകൾ ഇവർക്കുണ്ട്. എന്നിരിക്കെയാണ് ഇവർക്ക് MLA-മാരായാലും മന്ത്രിമാരായാലും വാരിക്കോരി ഫോൺ ബില്ലിനത്തിൽ കോടികൾ ചിലവാക്കുന്ന സമ്പ്രദായം. അത് ഒഴിവാക്കുക തന്നെ വേണം. പിന്നെയോ മന്ത്രിമാരുടെ എണ്ണവും അവരുടെ PA-മാരുടെ എണ്ണവും അത് ശരിക്കും നിയന്ത്രിക്കണം. മന്ത്രിമാർക്ക് ഇഷ്ടമുള്ളവരെ PA-മാരാക്കാം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ അതുണ്ടാവരുത്. അത് നിയന്ത്രിക്കുക തന്നെ വേണം. പിന്നെ മന്ത്രിമാരുടെ പുറകെ 10-20 വണ്ടിയിൽ പോകുന്ന പോലീസ് എസ്കോർട്ടുകൾ, ഇതൊക്കെ വെറുതെ പൈസ അനാവശ്യ ചിലവുണ്ടാക്കാനാണ്. ഈ എസ്കോർട്ട് എന്ന പേരിൽ 40-ലധികം വണ്ടിയൊക്കെ മന്ത്രിമാരുടെ പുറകെ ഓടിപ്പോകുന്നത്. അത് പൊതുജനത്തിൻ്റെ പണമാണ്. പൊതുജനത്തിൽ നിന്നും പിടിച്ചു പറിക്കുന്ന ഇൻകം ടാക്സ് എന്ന രീതിയിൽ പല രീതിയിൽ ജനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന പണമാണ് ഈ എസ്കോർട്ട് എന്ന രീതിയിൽ മന്ത്രിമാരുടെ പുറകെ ഓടുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അതൊഴിവാക്കണം. പിന്നെ ജനപ്രതിനിധികളുടെ ആസ്തി വിവരങ്ങൾ ഓരോ വർഷവും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാവുന്ന രീതിയിൽ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കണം. ഇതിനെ സുതാര്യതയും ഉത്തരവാദിത്വ ബോധവും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. മറ്റൊന്ന്, വിരമിച്ച ഉദ്യോഗസ്ഥരുടെ അപ്പോയിൻമെൻറ്റ്. അതൊരു വലിയ പ്രശ്നം തന്നെ. വിരമിച്ച് അവരെ വീട്ടിൽ വിടുകയല്ല സമാധാനമായി ജീവിക്കാൻ. അവരുടെ അപ്പോയിൻമെൻറ്റ് അത് നിർത്തലാക്കണം. വിരമിച്ചവരെ ഉയർന്ന ശമ്പളത്തിൽ വീണ്ടും നിയമിക്കുന്ന രീതി അത് അവസാനിപ്പിക്കണം. ഇത് പുതുതലമുറയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനൊപ്പം ഖജനാവിൻ്റെ ഭാരവും കുറയ്ക്കും. കാരണം ഇവിടെ വിരമിച്ചു കഴിഞ്ഞാൽ ഉയർന്ന പോസ്റ്റിൽ നിന്നും വിരമിക്കുന്നവരെ അവരെ സമാധാനമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിടൂല. വീണ്ടും അടുത്ത റീപോസ്റ്റ് എന്ന രീതിയിൽ വേറെ പല പോസ്റ്റും കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ കഴിവിനെ, അപ്പോൾ അതേ കഴിവും പ്രാപ്തിയുമുള്ള യുവാക്കൾ ഇപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും. അവരെ കണ്ടെത്തുക, അവർക്ക് അവസരം കൊടുക്കുക, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ ഇലക്ഷൻ എത്തുമ്പോൾ സർക്കാരിൻ്റെ പരസ്യങ്ങൾ. ഇപ്പോൾ തന്നെ നാം ശ്രദ്ധിച്ചാൽ അറിയാം, കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ പരസ്യ ബോർഡുകൾ എന്ന് പറയുന്നത് അതും ലക്ഷങ്ങളും കോടികളും മുടക്കിയുള്ള പരസ്യങ്ങളാണ്. അത് സത്യത്തിൽ ഒഴിവാക്കണം. ലളിതമായ രീതിയിലായിരിക്കണം പരസ്യങ്ങൾ പോകേണ്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കുറേ അധികം പ്രയോജനപ്പെടുത്താമല്ലോ പരസ്യത്തിന് വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്നും പണമെടുത്തിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഈ പരസ്യവാചകങ്ങൾ ജനങ്ങൾക്ക് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു കൊടുത്തൂടെ? പരസ്യത്തിന് വേണ്ടി മാത്രം ഇത്രയധികം കോടിക്കണക്കിന് പൈസ മുടക്കി പൊതു ഖജനാവ് കാലിയാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെയല്ലേ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ എടുക്കുമ്പോൾ. ഇനി നമുക്കൊന്ന് വിദേശത്തേക്ക് നോക്കാം. അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രീയം ഒരു കരിയറിൻ്റെ ഭാഗം മാത്രമാണ്. കാരണം ജീവിതകാലം മുഴുവൻ അവർ ആ കസേരകളിൽ അള്ളിപ്പിടിച്ച് ഇരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു തവണ രാഷ്ട്രീയ നേതാവായിട്ട് അവരുടെ കഴിവ് തെളിയിച്ചാൽ പിന്നെ അവർ ജീവിതകാലം മുഴുവനും ആ വഴിയിൽ തന്നെയാണ്. അവർക്ക് പോയി വേറെ അധ്വാനിച്ച് പണിയെടുക്കാനോ അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് മെയ്യ് അനങ്ങാതെ കുറച്ച് വാചക കസർത്ത് നടത്തിക്കൊണ്ട് പണമുണ്ടാക്കാനുള്ള വഴി, അതിന് പറ്റുന്ന ഇടം രാഷ്ട്രീയമാണെന്ന തിരിച്ചറിവാണെന്ന് തോന്നുന്നു. ഇവരൊരിക്കലേ ഇലക്ഷനിൽ നിന്ന് പോയാൽ പിന്നെ ആ രംഗത്തുനിന്ന് മാറാതെ അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷമാണ് നാം കണ്ടുപോരുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അത് അവരുടെ കരിയറിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് ആണ് അവർ കാണുന്നത്. ജീവിതകാലം മുഴുവനും അവർ ആ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കാനായിട്ട് താല്പര്യപ്പെടാത്ത ആളുകളാണ്. രാഷ്ട്രീയ ജീവിതം വിട്ട ശേഷം പുസ്തകങ്ങൾ എഴുതുക, അതേപോലെ തന്നെ അധ്യാപനം, കൺസൾട്ടിംഗ്, ബിസിനസ്, സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലേക്കാണ് പലരും കടന്നു വരുന്നത്. ഇപ്പോൾ ഉദാഹരണം എടുക്കുക, നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലം കഴിഞ്ഞപ്പോൾ പിന്നെന്താ ചെയ്യണം? ഇന്നിപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തെ നാം കാണുന്നില്ലല്ലോ. അദ്ദേഹം പല വിധത്തിലുള്ള ഡോക്യുമെൻ്ററി നിർമ്മാണം, അതായത് നെറ്റ്ഫ്ലിക്സ് പോലുള്ള ഡോക്യുമെൻ്ററി നിർമ്മാണത്തിൽ പൊതുപ്രഭാഷണങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് കുടുംബത്തോടൊപ്പം ശാന്തമായി ജീവിതം നയിച്ചു പോരുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ മറ്റൊരാളാണ് ആൽഗോർ. വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ശേഷം പരിസ്ഥിതി പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്നു. കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ നിർമ്മിച്ചു. നോബൽ സമാധാന പുരസ്കാരവും നേടി സ്വസ്ഥമായി കഴിയുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഇനിയുമുണ്ട് മറ്റു പലരും. ഡേവിഡ് കാമറോൺ പ്രധാനമന്ത്രി സ്ഥാനം വിട്ട ശേഷം പുസ്തകങ്ങൾ എഴുതി സ്വകാര്യ മേഖലയിൽ ജോലികൾ ചെയ്ത് അദ്ദേഹം വീണ്ടും വിദേശകാര്യ സെക്രട്ടറിയായി തിരിച്ചു വന്നത്. ഇനി എടുത്തു പറയാവുന്ന വ്യക്തിത്വത്തിലാണ് ആംഗല മെർക്കൽ.
ഈ ആംഗല മെർക്കർ 16 വർഷം ജർമ്മൻ ചാൻസലറായിരുന്നു. അതിനുശേഷം പൂർണ്ണമായും പൊതുജീവിതത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ കുടുംബത്തോടൊപ്പം യാത്രകളും വായനകളും ആസ്വദിക്കുന്ന ഒരു ശാന്തമായ വിരമിക്കൽ ജീവിതവുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് വിദേശത്ത് നടന്നു വരുന്ന കാഴ്ചകളും കഥകളുമൊക്കെ. എന്നാൽ നമ്മുടെ ഇവിടെ ഒരിക്കൽ ഒരാൾ ഒരു സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത് വിജയിച്ചൊരു കസേര കിട്ടിക്കഴിഞ്ഞാൽ മരണം വരെ ആ കസേര പിടിച്ചു നിർത്താനുള്ള തത്രപ്പാട് കാണിക്കുന്ന രാഷ്ട്രീയ മായ അടവുകളും അതുപോലെ തന്നെ പോരാട്ടങ്ങളും ഒക്കെയാണ് നാം ഇവിടെ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്കും ഉണ്ടാകും പറയാനായിട്ട്. ഈ ഇലക്ഷന് ഇതൊരു ചർച്ചയായി മാറണം. അതിനു വേണ്ടിയിട്ട് നാം കാട്ടിലെ തടി തേവരുടെ ആന എന്ന ആ ഒരു തരത്തിലേക്ക് മാറ്റാതെ അത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എല്ലാവർക്കും എന്തും ആകാം എന്ന തരത്തിൽ പോകുന്ന ഈ രീതിയിൽ ഈ ഒരു പോക്ക് അത് അവസാനിപ്പിച്ചേ മതിയാകും. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരികയാണ്. ചർച്ചാ വിഷയമായി മാറ്റുവാനായിട്ട് നിങ്ങളെ കൊണ്ടാകാവുന്നത് നിങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.